അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചധികം പരിപാടിയിലാണ് കേട്ടോ. ഞാൻ 2-3-4 ദിവസമായിട്ടോ വീട്ടിലുണ്ടായിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഉമ്മീൻ്റെ മുട്ടിൻ്റെ സർജറി കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലും വീടൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഇതാ ഉമ്മീനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഇന്ന് ഹാദുക്കുട്ടൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ. ഹാദുക്കുട്ടൻ ഇവിടെ ഇല്ല, എൻ്റെ വീട്ടിൽ പോയേക്കാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് മോന് വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്ചാർജ് ആയത് കേട്ടപ്പോഴേ ഞാൻ രാവിലെ തന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ഒതുക്കൽ പറക്കൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതേ ഹാദുക്കുട്ടന് വേണ്ടിയിട്ട് ഐഷ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ കേക്ക് മേടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ലൈലാത്ത അവന് കൊണ്ട് കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു എക്ലേസ്. മോനും അതും കൂടെ കുറച്ച് മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പത്തിരി ഉണ്ടാക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഉമ്മി 2-3 ദിവസമായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് സർജറി കഴിഞ്ഞിട്ട് ഉമ്മിക്ക് മര്യാദക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഇതുപോലെ തേങ്ങാപ്പത്തിരി ഉണ്ടാക്കി വെക്കട്ടെ എന്ന്. അപ്പൊ അത് മതി എന്ന് പറഞ്ഞു കേട്ടോ. അത് കറിയൊന്നും വേണ്ട, തേങ്ങ പാലും കൂട്ടി കഴിച്ചോളാന്നാണ് കേട്ടോ പറഞ്ഞത്. സർജറി കാലിനാണ് കഴിഞ്ഞെങ്കിലും ഉമ്മി കഴിക്കുന്നൊക്കെ ഛർദ്ദിച്ച് അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട്. ഇവിടെ വന്നിട്ടും ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഓക്കെ ആയത്. ജീവിതത്തിൽ ആദ്യത്തെ ഒരു സർജറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉമ്മീൻ്റെ. അതുകൊണ്ട് തന്നെ നല്ല പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നേ. എന്തായാലും അൽഹംദുലില്ലാഹ് ഹൈറായിട്ട് കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-20 ദിവസം ആവുന്നു കേട്ടോ. ഈ വീഡിയോ ഞാൻ 10 ദിവസം മുന്നേ എടുത്തതാണേ. അപ്പൊ ഞാനിതാ നമ്മുടെ കൈ വെച്ചിട്ട് പല രീതിയിൽ ഞാൻ ഉണ്ടാക്കാൻ നോക്കിയതാണ് കേട്ടോ. അത് വാപ്പമ്മച്ച് ഉണ്ടാക്കുന്ന രീതി വേറെ, ഇവിടെ ഉമ്മ ഉണ്ടാക്കുന്ന രീതി വേറെ. അപ്പൊ ഞാൻ ഓരോ രീതിയിലും മാറി മാറിയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ടും മൊരിച്ചെടുത്തു. പിന്നെ മോനും ഹാദുവിനെ കൊണ്ടുവിട്ടിട്ട് അപ്പം തന്നെ പോകണമെന്നും പറഞ്ഞിട്ട് ബിരിയാണിയൊക്കെ കഴിക്കാൻ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഐഷായും നൈറായും ജാസിക്കായും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അനീനയും ഞാനും ആയിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ദാ ഉമ്മയും അനീനയും ഇക്കായും കൂടെ വന്നപ്പോൾ കേക്കൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഡിസ്ചാർജ് പറഞ്ഞെങ്കിലും കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും 9:30 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. അനീന മേടിച്ചു കൊടുത്ത പുതിയ ഉടുപ്പാണ് കേട്ടോ ഹാദുക്കുട്ടൻ ഇട്ടേക്കുന്നത്. മോനുമാമ ആണെങ്കിൽ ഇത്തവണ ചെരുപ്പാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ മേടിച്ചൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇക്കായി ഞാനും കൂടെ മേടിച്ചതാണ് ഈ ഒരു സ്കേറ്റിംഗ് ബോർഡ്. ഇത്തവണത്തെ ബർത്ത്ഡേക്ക് എന്തായാലും കോളായിരുന്നു കേട്ടോ. എല്ലാവരും വന്നത് കൊണ്ട് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടാ. എല്ലാവരുടെ അടുത്തുനിന്നും ഗിഫ്റ്റൊക്കെ ആയിരുന്നു. വീട്ടിലായതുകൊണ്ട് അവിടുന്നും പിന്നെ ഇവിടുന്നും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉമ്മയാണെങ്കിൽ വാങ്ങിക്കൊടുത്തതാണ് ആ ഒരു ഷൂസ് കേട്ടോ. പിന്നെ ഇത്താത്തായി നൈറുവും ജാസിക്കയും വന്നപ്പോഴത്തേക്കിനും കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നല്ല ചിക്കൻ ബിരിയാണിയും പിന്നെ ഉമ്മിക്ക് തേങ്ങാപ്പാലും ഈ ഒരു പത്തിരിയും പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൽ നിന്നും കുറച്ച് പങ്ക് സുലൂമിക്കും കൊടുത്തു വിട്ടു കേട്ടോ.